പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2ാമത്തെ യൂണിറ്റിലെ 6ാമത്തെ പാഠമായ നീർനാഗമാണ്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് ചൊല്ലി കേട്ടിട്ടില്ലേ? ഈ കഥ വായിക്കൂ. നീർനാഗം. എനിക്ക് 6-7 വയസ്സുള്ളപ്പോഴത്തെ കഥയാണ്. ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു. ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും. അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകണം എന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ്. ഞാനീ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടവനാണ്. ഒരു 2 അടി നീളം, ചെറുവിരലിൻ്റെ അത്ര വണ്ണം, തോട്ടിൽ ആമ്പലിൻ്റെ അടുത്തങ്ങനെ തല നീട്ടിയിരിക്കുകയാണ്. ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം. നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര്. ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലെടുത്ത് അറ്റത്തൊരു കുടുക്കുണ്ടാക്കി. എന്നിട്ട് സാവധാനം, വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിണുക്കി ഒരു വലി. ദാ നീർനാഗം ഈർക്കിലിൻ്റെ തുമ്പിൽ തൂങ്ങുന്നു. അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി. സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടുവളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു. നേരെ ഉച്ചയായി. വിശപ്പ് തോന്നിത്തുടങ്ങി. നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി. വരാന്തയിലെ വിരിയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു. അതിൻ്റെ അടുത്തു തന്നെ 2-3 ചൂരൽ വടികൾ തിരുകിയിട്ടുണ്ട്. പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടതിന്, വലുതെന്നെ അടിക്കാൻ. ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ്. തടിക്കച്ചവടക്കാരനാണ് ബാപ്പ. ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വറുക്കുകയോ ചെയ്യുകയാണ്. ഊണിന് ലേശം താമസമുണ്ട്. ഞാൻ അയൽപ്പക്കത്ത് ചെന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു. ഒരു ശിഷ്യൻ്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു തിന്നു. അപ്പോൾ ബാപ്പയുടെ കഠോരമായ വിളി, എടാ ഓ എന്ന് ഞാൻ വിളി കേട്ടു. എന്നിട്ട് വീട്ടിൽ ചെന്നു. അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. ഉച്ച നമസ്കാരത്തിന് ബാപ്പ നിസ്കാരപ്പായ വിരിച്ചു. കാലു കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു. അല്ലാഹു അക്ബർ എന്ന കൈകൾ രണ്ടും ഉയർത്തി നെഞ്ചത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം. ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി. സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയ്ക്കുണ്ടായാൽ അത് വകവയ്ക്കാറില്ല. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പേറ്റാൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചൂരുന്നത്. എടീ, ബാപ്പ വിളിച്ചു. എന്താണ്? ഉമ്മ വിളി കേട്ടുകൊണ്ട് വന്നു. ബാപ്പ ചൂണ്ടിക്കാണിച്ചു. എന്താണെടീ അത്? ഒരു നീർക്കോലിക്കുഞ്ഞാണ്. എന്നാൽ കൊണ്ടുപോയി നീ മുല കൊടുത്ത് വളർത്തിക്കോ. ഞാൻ എന്തിനാ മുല കൊടുത്ത് വളർത്തുന്നത്? ഞാൻ പെറ്റതാണോ? ഉമ്മ പെറ്റതല്ല ആ നീർക്കോലിക്കുഞ്ഞിനെ. ഉമ്മ പ്രസവിക്കാത്ത ഒരു നീർക്കോലിക്കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം? പിന്നെ ഇതെന്തിനാടി? ഞാൻ എങ്ങനെ അറിയാനാണ്? ഇവിടെ ഇതെങ്ങനെ വന്നടി? ഞാൻ എങ്ങനെ അറിയും? ഉമ്മ പറഞ്ഞു. അവനായിരിക്കും. ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്. അവൻ എവിടെയടി? അവിടെ എങ്ങാനും കാണും. അങ്ങനെയാണ് എടാ എന്നുള്ള അട്ടഹാസം ഉണ്ടായത്. ഞാൻ സന്നിധിയിൽ ചെന്നു. നീർനാഗം കിടന്ന് പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു. എന്തെടാ ഇത്? ഞാൻ പറഞ്ഞു, നീർനാഗം. ബാപ്പ ചിരിച്ചു. കേട്ടോടി, പാവപ്പെട്ട നീർക്കോലിക്കുഞ്ഞ് നീർനാഗം. ഉമ്മ പറഞ്ഞു, പള്ളിക്കൂടത്തിൽ അങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല. ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു. തമിഴനാണ്. സാമാന്യം ഭേദപ്പെട്ട 2-3 മൂർഖൻ പാമ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ മേൽപ്പടിയാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്ന് കളിപ്പിച്ചു. ഒരു 4 മണിയായപ്പോൾ അദ്ദേഹം വെളിമ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചിട്ട് ഉറങ്ങി. ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല, കൊട്ടയുമില്ല. സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു. പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട്ടുന്നത് 4 ദിവസം കഴിഞ്ഞാണ്. ആ 4 ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തതുകൊണ്ട്
അദ്ദേഹം കുറേ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി. അനേക തരത്തിലുള്ള ഉഗ്രൻ പാമ്പുകളുള്ള സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് 4-5 നീർക്കോലികളെയാണ്. അദ്ദേഹം അതിനെയെല്ലാം കൊണ്ട് ചന്തയിൽ വന്നു. പാരുങ്കോ പാരുങ്കോ നീർനാഗം എന്ന് ഒച്ചയെടുക്കാൻ തുടങ്ങി. ആളുകൾ ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് നീർനാഗം എനിക്ക് കിട്ടിയത്. തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്നു സമ്മതിച്ചു കൊള്ളട്ടെ. എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ? എടാ, ബാപ്പ പറഞ്ഞു, ഇതെന്തിനാണ് നീ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഞാൻ മിണ്ടിയില്ല. ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് 4 ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു. നല്ല 1-ാം നമ്പർ അടിയൊന്നുമല്ല, ഇടത്തരം. ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ ഇടുപ്പിച്ച് തോട്ടിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ ആ കുരു കോരി അതിനെ മോചിപ്പിച്ചു. ബാപ്പ പറഞ്ഞു, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത്. പ്രശസ്ത സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പയജ്ഞം എന്ന കൃതിയിലേതാണ് നീർനാഗം എന്ന പാഠഭാഗം. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ചിരിച്ച് കഥ വായിച്ചല്ലോ. നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? പറയൂ. അടുത്ത പ്രവർത്തനം കുസൃതി പതിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. കുസൃതിത്തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യകാലം. നീർനാഗത്തെ പിടിച്ച ബഷീറിൻ്റെ അനുഭവം നമ്മൾ വായിച്ചു. ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും? അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം. കുറിപ്പിന് ഇണങ്ങുന്ന പേരു നൽകാൻ മറക്കരുത്. എല്ലാവരും എഴുതിയ അനുഭവക്കുറിപ്പുകൾ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാക്കണം. ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം. ഈ പതിപ്പിനും വേണം ഒരു രസികൻ പേര്. കുട്ടിക്കാലത്തെ ഒരു കുസൃതി അനുഭവം എഴുതിത്തരാൻ ടീച്ചറോടും പറയണം. കഥാപാത്ര പരിചയം. കഥയിലൊരു പ്രധാന കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിൻ്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പെഴുതൂ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ സർപ്പയജ്ഞം എന്ന കൃതിയിൽ നിന്നെടുത്തിട്ടുള്ള നീർനാഗം എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ബഷീറിൻ്റെ ബാപ്പ. കുടുംബസ്നേഹിയും ഈശ്വരവിശ്വാസിയും സഹജീവി സ്നേഹിയും രസികനുമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. തടിക്കച്ചവടക്കാരനായ അദ്ദേഹം മക്കൾക്ക് സ്നേഹവും ശിക്ഷണവും ഒരുപോലെ നൽകുന്നു. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് എന്ന ഉപദേശത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസവും സഹജീവി സ്നേഹവും മനസ്സിലാകുന്നു. അടുത്ത പ്രവർത്തനം മിണിബല്യലോകം എന്നതാണ്. ബഷീറിൻ്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും എടുത്തു വായിക്കൂ. അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ രസകരമായ കഥകൾ വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കൂ. വൈക്കം മുഹമ്മദ് ബഷീർ. ജനനം 1908 ജനുവരി 21. മരണം 1994 ജൂലൈ 5. കൃതികൾ: നോവൽ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ശബ്ദങ്ങൾ, മതിലുകൾ. കഥകൾ: ജന്മദിനം, വിശപ്പ്, വിശ്വവിഖ്യാതമായ മൂക്ക്. ബാലസാഹിത്യം: സർപ്പയജ്ഞം. ആനവാരിയും പൊൻകുരിശും എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂഞ്ഞ് മുതലായവർ. രാമൻ നായർ എങ്ങനെ ആനവാരി രാമൻ നായറായെന്നും തോമ പൊൻകുരിശ് തോമ ആയതെങ്ങനെയെന്നും വിവരിക്കുന്ന രസകരമായ കുഞ്ഞു നോവലാണ് ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ കൂടുതൽ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി വായിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുക.